പിന്നെയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റേതായ പോരായ്മകളും കാര്യങ്ങളും പാച്ച് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ ബ്ലാക്ക് കളറാണ് പെയിൻറ്റിങ് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ട് ബോണറ്റ് റീപ്ലേസ് ചെയ്ത്, ഫ്രണ്ട് റീപ്ലേസ് ചെയ്ത്, ബാക്കിയൊക്കെ വണ്ടിയുമ്പോൾ ഉണ്ടായിരുന്നത് തന്നെയാണ്. ഞാൻ ഓൾറെഡി ടൈഫോയിൽ കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിന് കംപ്ലയിൻറ്റുകളും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം അങ്ങനെയുള്ള പാർട്സുകളെല്ലാം റീപ്ലേസ് ചെയ്ത് ഇവിടെ ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഈ വണ്ടി. ഫ്രണ്ട് ഫുള്ളായിട്ടൊരു ഡാർക്ക് എഡിഷനിലേക്ക് തന്നെയാണ് ഈ വണ്ടി കൊണ്ടുവന്നിരിക്കുന്നത്. ഗ്രില്ല് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പിയാനോ ഫിനിഷിങ് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ സ്കർട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഫോഗ് ലാമ്പ് 3 കളർ കത്തുന്ന ഫോഗ് ലാമ്പ് ആഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു കളർ വരും, പ്യുവർ വൈറ്റ് വരും, പിന്നെ ഒരു യെല്ലോ കളർ വരും. ആ രീതിയിലുള്ള ഫോഗ് ലാമ്പ് നമ്മളിതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ വർക്ക് ഇത് ഇവിടെ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. ഫുള്ള് ബ്ലാക്ക് പെയിൻ്റ് ആയതുകൊണ്ട് തന്നെ നമ്മളിതിന് ഒരു സെറാമിക് കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുള്ളതാണ്. നമ്മളിപ്പോൾ പ്രത്യേകിച്ച് ഇതിന് വേറെ കോട്ടിംഗ് ഒന്നും ചെയ്തല്ല, വാക്സ് പോളിഷിങ് മാത്രം ചെയ്തിട്ടുള്ളൂ വണ്ടിക്ക്. അങ്ങനെ വർക്ക് ഇവിടെ ഫുൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇൻറ്റീരിയർ സൈഡിൽ പ്രത്യേകിച്ചൊന്നും ചെയ്തല്ല. അലോയ് വീൽസ് ഗൺ മെറ്റാലിക് ഗ്രേ എന്നിട്ടുള്ള കളർ അടിച്ചിട്ടുണ്ട്, കാലിബർ റെഡ് അടിച്ചിട്ടുണ്ട്.